ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഞങ്ങൾ മണാലിയിൽ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റു. ചെറിയൊരു ജലദോഷമുണ്ട്. എണീറ്റപ്പോൾ തന്നെ കണ്ട വ്യൂസ് ആയത് നല്ല വ്യൂ അവിടെ നിന്ന്. വെയിലിപ്പോൾ വന്നു, അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല ക്യാമറയിൽ. രാവിലെയൊക്കെ നിറയെ മഞ്ഞാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു. നമ്മൾ ഇവിടുത്തെ വ്യൂസൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ശരി. ഞങ്ങൾ അടൽ ടണലിൻ്റെ അവിടെ എത്തി. നല്ല തണുപ്പുണ്ട്. ടണലിൽ കയറുന്നതിന് മുമ്പേ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ടണലിൻ്റെ ഉള്ളിൽ കയറാൻ പോകാം. അപ്പോൾ ഇവിടുത്തെ വിഷ്വൽസൊക്കെ കാണാം. മൊത്തം മഞ്ഞ, എല്ലാ സൈഡും സ്നോ കാണാം. അതെ, അടൽ ടണൽ കയറാൻ പോവാം. നമ്മളിപ്പോൾ അടൽ ടണൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് സിഷു ഏരിയ എന്നാണ് പറഞ്ഞത് ഞങ്ങളുടെ ഡ്രൈവർ. അപ്പോൾ ഇവിടെ കുറച്ച് ഫോട്ടോസും വിഷ്വൽസൊക്കെ കാണാൻ ഇറങ്ങിയിരിക്കുന്നത്. നല്ലൊരു സ്ഥലമാണ്. ഫുൾ മഞ്ഞുമലകളും ഒരു ചന്ദ്ര റിവർ ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ താഴെ ഇറങ്ങി നോക്കാം. പാകിസ്ഥാനിലേക്ക് പോകാൻ എവിടെ നിന്ന് വരുന്നതെന്നറിയില്ല. അപ്പോൾ പോവാം. വിനയേട്ടൻ അങ്ങോട്ട് മുമ്പിലെത്തി. വിനയേട്ടൻ ഡ്രൈവറാണ്. മുമ്പിലെത്തി. ഞാൻ പതുക്കെ നടക്കാമെന്ന് വിചാരിച്ചു. വീണ് പോകുമോ എന്നൊരു പേടി. മൊത്തം മഞ്ഞ. ഇത് ഭംഗിയല്ലേ ഇവിടെ. നല്ല മഞ്ഞ് മലകളാണ്. നല്ല തണുപ്പുമുണ്ട്. വീണ ഇങ്ങനെ നടക്കുക.
ഞങ്ങൾ ഈ ഡ്രസ്സും ഷൂസൊക്കെ ഇവിടെ നിന്ന് മേടിച്ചല്ല, റെൻറ്റിന് നടത്തിയ 250 ആണ് റെൻറ്റ്. ഗ്ലൗസ് 100 രൂപയ്ക്ക് മേടിച്ചു. നമ്മുടെ ഗൈഡ് വേണ്ടിയുണ്ട്, ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് നടക്കുക, ഗൈഡ് ഉണ്ട് അങ്ങോട്ട്. നല്ലൊരു വ്യൂ ആണ്. നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, പക്ഷേ ഇത് നമ്മൾ റോജക്കാലത്ത് കാണുന്ന ആ ഒരു വിഷ്വൽ പോലെ. ഹലോ. ഇപ്പോൾ ഉള്ളത് അട്ടൽ ടണലിൻ്റെ അടുത്താണ്. അട്ടൽ ടണൽ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഫോട്ടോവും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം. അടുത്ത് തന്നെ ഒരു നദിയും ഒഴുകുന്നുണ്ട്. വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അതിവിടെ വന്നിട്ട് കുറച്ച് സമയമായി. ഫോട്ടോസും വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. നല്ലൊരു ഫീലാണ് ഇവിടെ. ഒരാളിവിടെ തണുത്ത് വിറക്കുന്നു. ഗ്ലൗസ് ഒന്നും ഊരാനേ പറ്റുന്നില്ല. അപ്പോൾ ഗ്ലൗസ് ഒന്നും ഊരാനേ പറ്റുന്നില്ല കേട്ടോ. എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ഊരുമ്പോൾ കൈ വേദനിക്കുന്നു. പിന്നെ അതിന് കുഴപ്പമുണ്ടാവില്ലായിരിക്കും. പിന്നെ നല്ല സൺലൈറ്റ് ഒക്കെ ഉണ്ട്. സൺലൈറ്റ് ഉണ്ടെങ്കിലും പക്ഷേ ചൂടൊന്നും ഇല്ല, നല്ല തണുപ്പാണ്. ഇവിടെ സൺ വർക്കിംഗ് അല്ലാന്ന് തോന്നുന്നു. കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വിഷ്വൽസ് കാണാം. ഒരാൾ അവിടെ കിടന്ന് ഭയങ്കര ഫോട്ടോ എടുക്കുക. പെട്ടെന്ന് കാണുമ്പോൾ തോന്നുന്നു എന്തോ ഷൂട്ട് ചെയ്യുക. ആ ഷൂട്ടല്ല, ഗൺ ഷൂട്ട്. പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറിയ തീവ്രവാദിനെ പോലെയുണ്ട്. ഇവിടെ ഒരു ബാംഗ്ലൂർ അമ്മായിയുണ്ട്. അവരുടെ കൂടെ ഞാൻ കുറേ സമയം ഇവിടെ കളഞ്ഞു. ഇനി നമ്മൾ വണ്ടി കയറി സൊലാങ് വാലിയിലേക്ക് പോവാം. ഇവിടെ 150 റുപ്പീസ്. ഇവിടെ ആൾക്കാരൊക്കെ ഇനി എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. ഇവിടെ ആൾക്കാർ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്.
അട്ടൽ ടണലൊക്കെ കറങ്ങി സോലാങ് വാലിയിൽ വന്നു. ഇപ്പോൾ ഇവിടെ മാഗി കഴിക്കാം. അധികമൊന്നുമില്ല ഇവിടെ കഴിക്കാൻ. ഇവിടെ ഇങ്ങനത്തെ ഇതൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇത് കഴിച്ചിട്ട് നമുക്ക് സോലാങ് വാലിയിലേക്ക് ഇറങ്ങാം. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പം ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോലാങ് വാലിയിൽ ഇവിടെ തിരക്കായി തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ ഭയങ്കര ട്രാഫിക് ആയിരിക്കും ഇവിടെയൊക്കെ. ഇവിടെ പലവിധ ഗെയിംസും ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട്. കാണാനും നല്ല രസം. പക്ഷേ നല്ല ജനക്കൂട്ടമാണ്. ഇത് പാരഗ്ലൈഡിംഗ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ കാണാം പാരഷൂട്ട് അവിടെ പറന്നിറങ്ങുന്ന അങ്ങ് മുകളിൽ നിന്ന് പാരഷൂട്ട് വരുന്നത് ഇവിടെ വന്നിറങ്ങും. പക്ഷെ നല്ല ട്രാഫിക്കായി. ഇപ്പോൾ സമയം 3:30 അപ്പോൾ ആൾക്കൂട്ടമൊക്കെ കൂടി നല്ല ട്രാഫിക് ഉണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും നേരത്തെ വരാൻ നോക്കാം. ഇവിടെ താഴെ ഇറങ്ങാൻ നമുക്ക് കുറേ സ്നോ ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കാം. അധിക സമയമില്ല, പെട്ടെന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ ട്രാഫിക്കിൽ പെട്ടുപോകും. നമ്മൾ ഈ ഷൂട്ട് ചെയ്തുകൊണ്ട് അധികം സ്ലിപ്പാകുന്നില്ല. ചിലരൊക്കെ ഭയങ്കര സ്ലിപ്പാകുന്നുണ്ട് സാധാരണ ഷൂവിൽ. അപ്പോൾ ഓടാനൊന്നും പറ്റില്ല, ഓടിയാൽ സ്ലിപ്പാകും. അപ്പോൾ പതുക്കെ പോകണം. അപ്പുറത്തെങ്ങനെ കിടക്കും. ആ സ്ലിപ്പാണ്. ഓക്കെ, ഇതാണ് സോലാങ് വാലി. ഇവിടെ ആൾക്കാരൊക്കെ കളിക്കുക സ്നോയിൽ. കട്ടിയുള്ള സ്നോ, അപ്പോൾ എടുത്ത് കളിക്കാൻ പറ്റുമെന്നറിയില്ല. നമുക്ക് നോക്കാം. ഇതോ ഇറങ്ങിയോ? ഇതാ പട്ടി മണപ്പിച്ച് നോക്ക്. ഒരാൾ സ്കീ ചെയ്യാൻ നോക്കുക. പോകുന്നില്ല? ഓക്കെ.
വീഡിയോ റണ്ണിങ് ആണ്. ഹലോ ഗൈസ്, ഇതാണ് നമ്മൾ ഫൈനൽ സ്നോമാൻ. ദ ആർട്ടിസ്റ്റ് ആൻഡ് ദ ആർട്ടിസ്റ്റ് വീണ്ടും ഹൈ കാണിച്ചു ആൻഡ് ദ ആർട്ട്. ഗൈസ്, നമ്മുടെ സ്നോമാൻ ഇൻ സോലാങ് വാലി. ഗൈസ്, ഇതാണ് സോലാങ് വാലിയിലെ വിഷ്വൽസ്. നിങ്ങൾ അധികം നേരം സ്പെൻഡ് ചെയ്യുന്നില്ല, നല്ല തിരക്കുണ്ട്, പിന്നെ സമയം വൈകി. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകും. അപ്പോൾ ഇനി അടുത്ത ദിവസം കാണാം. ഞങ്ങൾ ഹോട്ട് എയർ ബലൂണിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങിയില്ല. ഞങ്ങൾ ഹോട്ടലിലോട്ടേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇത് കണ്ടു, അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു. ഇതൊരു 5 മിനിറ്റ് നേരെ ഉണ്ടാവുള്ളൂ ഇങ്ങനെ. പക്ഷേ ഇതിൻ്റെ ചാർജ് അവർ വാങ്ങുന്നത് 5000 രൂപയാണ്.